ഹായ് ഹലോ നമസ്കാരം. PG3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ PYQ ആണല്ലേ ചെയ്തു വരുന്നത്. അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചെയ്തു വരുന്നത് അല്ലേ. അപ്പോൾ കഴിഞ്ഞ നമ്മൾ 4 പാർട്ടിനകത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ 2023 തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന NCA നോട്ടിഫിക്കേഷൻ പ്രകാരം വന്നൊരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആയിരുന്നു അല്ലേ. ജൂലൈയിൽ കഴിഞ്ഞൊരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആയിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ സെയിം സിലബസ്, അത് LPക്കും UPക്കും സെയിം സിലബസാണെന്ന് നമുക്കറിയാം. ആ സിലബസ് പ്രകാരം തന്നെ നടന്നിട്ടുള്ള ഇപ്പോൾ 2022 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 23/4/2022 ആ എക്സാം കഴിഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ എക്സാം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ UPSC സ്പെഷ്യൽ എക്സാം ആയിരുന്നു, സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് എക്സാം ആയിരുന്നു. ആ പരീക്ഷയിൽ നമ്മുടെ സിലബസ് പ്രകാരം തന്നെയായിരുന്നു ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ നമുക്കറിയാം നമ്മുടെ സിലബസിനകത്ത് പഴശ്ശിരാജ എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ. പഴശ്ശിരാജ എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിലും പഴശ്ശിരാജയെക്കുറിച്ച് തന്നെയായിരുന്നു എടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ആ ഒരു ചോദ്യം ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിലെ കുറച്ച് ഫാക്റ്റുകൾ, ഏതൊക്കെ രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, മനസ്സിലാകും. അപ്പോൾ എവിടെയാണ് നിങ്ങൾക്ക് പണി കിട്ടുന്നത് എന്നുള്ള കാര്യം കൂടി ഈ ക്ലാസ്സിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി തരാം. ഒരു ഫാക്റ്റ് മനസ്സിലാകാതെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു മാർക്ക് പോകും. ഒരു ചെറിയ കാര്യമാണ്, ആ ചെറിയ കാര്യം സ്കിപ്പ് ചെയ്താൽ നിങ്ങളുടെ എന്ത് ചെയ്യും, മാർക്ക് പോകും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ആ ഒരു രീതിയിലുള്ളൊരു ചോദ്യം ആയതുകൊണ്ടാണ് ഞാൻ അത് മാത്രമാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. അതിനെക്കുറിച്ചാണ് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരുന്നത്. അത് മനസ്സിലാക്കുന്ന രീതിയിലുള്ള കുറച്ച് ഫാക്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്തിട്ട് പോവാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ PG3 അക്കാദമി എന്ന് പറയുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ക്ലാസ്സിൻ്റെ താഴെ കാണുന്ന ഒരു ലൈക്ക് ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ക്ലാസ് ഒന്ന് എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഞാനിവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ കാര്യങ്ങൾ, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കമൻ്റായിട്ട് നിങ്ങൾ ഇവിടെ ഇടുക. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ക്ലാസ്സിലേക്ക് കിടക്കുന്ന സമയത്ത് നോക്കുക, ഇതായിരുന്നു ആ ചോദ്യം. നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് അറിയായിരിക്കും. എങ്കിലും ഞാൻ ഒന്നുകൂടെ നോക്കാം, ഞാൻ പറഞ്ഞുതരാം. പഴശ്ശിരാജയെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഓക്കെ, കോട്ടയം രാജ്യത്തിൻ്റെ രാജകുമാരനായിരുന്നു. 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ മൈസൂർ രാജ്യത്തിനും പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുമെതിരെ ശക്തമായി ചെറുത്തുനിൽപ്പ് നയിച്ചു. കേരള സിംഹം എന്നറിയപ്പെടുന്നു. പഴശ്ശിരാജ ആരംഭിച്ച ഗറില്ല യുദ്ധമുറ ബ്രിട്ടീഷ് സൈന്യത്തിന് വൻ നാശനഷ്ടങ്ങൾ വരുത്തി. ഓക്കെ, ഇപ്പോൾ 4 ഓപ്ഷൻ വായിച്ചല്ലോ. ഇനി നിങ്ങൾ ഒന്ന് നോക്കുക, ഇതിൽ ഏതായിരിക്കും ശരി അല്ലേ. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്, ശരിയായത് കണ്ടുപിടിക്കാനാണോ ശരിയല്ലാത്തത് കണ്ടുപിടിക്കാനാണോ? ആദ്യം നമ്മളൊരു പ്രസ്താവന ചോദ്യം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കാണുന്ന സമയത്ത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ചോദ്യത്തിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്, ശരിയായിട്ടുള്ളതാണോ ശരിയല്ലാത്തതാണോ? ഇവിടെ പറഞ്ഞിട്ടുള്ളത് ശരിയല്ലാത്തതേത്? അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കണം. തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ നോക്കുക. ആദ്യം നോക്കുക, കോട്ടയം രാജ്യത്തിൻ്റെ രാജകുമാരനായിരുന്നു. അപ്പോൾ ഈ കോട്ടയം രാജ്യം എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മുടെ നിലവിലുള്ള കോട്ടയം ജില്ലയെ പറ്റിയിട്ടല്ല നിങ്ങൾ ആലോചിക്കേണ്ടത്. പഴശ്ശിരാജയുടെ രാജവംശമായിട്ടുള്ള കോട്ടയം രാജ്യം അല്ലേ, കോട്ടയം എന്ന് പറയുന്ന അത് അല്ലേ, അതിൻ്റെ പേരും കോട്ടയം തന്നെയാണ്. അത് ഈ കോട്ടയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ അതിനെ അങ്ങനെ കണക്ട് ചെയ്യേണ്ട, മനസ്സിലായല്ലോ. അപ്പോൾ ഈ കോട്ടയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ കോട്ടയം രാജ്യത്തിൻ്റെ രാജാവായിരുന്നു അല്ലെങ്കിൽ രാജകുമാരനായിരുന്നു എന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ? അപ്പോൾ ആ ഒരു ഫാക്റ്റ് നിങ്ങൾ ഇവിടെ തന്നെ പഠിച്ചു പോവുക. ഈ ഒരു കാര്യം, കോട്ടയം രാജ്യത്തിൻ്റെ രാജകുമാരനായിരുന്നു എന്ന് പറയുന്നത് എന്താണ്, അത് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ഇവിടെ നിന്ന് ആ ഒരു ഫാക്റ്റ് ഇവിടെ നിന്ന് പഠിച്ചു വെക്കോളൂ. ഈ ക്ലാസ്സിൽ തന്നെ പഠിച്ചു പോവുക, കോട്ടയം രാജ്യത്തിൻ്റെ രാജകുമാരനായിരുന്നു. ഓക്കെ, അടുത്തത് 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ മൈസൂർ രാജ്യത്തിനും പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുമെതിരെ ശക്തമായി ചെറുത്തുനിൽപ്പ് നയിച്ചു. ചെറിയ കൺഫ്യൂഷൻ വരുന്നുണ്ടാവും, അവിടെ നിൽക്കട്ടെ. അടുത്ത് നോക്കൂ, കേരള സിംഹം എന്നറിയപ്പെടുന്നു. എളുപ്പമുള്ളത് നമുക്ക് ആദ്യം പോവാം. കേരള സിംഹം എന്നറിയപ്പെടുന്നു, ശരിയാണോ അല്ലയോ? കേരള സിംഹം അദ്ദേഹം അറിയപ്പെടുന്നുണ്ടോ? ശരിയാണ്, അദ്ദേഹം കേരള സിംഹം എന്നറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ആ പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ അത് ഇവിടുന്ന് പഠിച്ചു പോവുക, കേരള സിംഹം എന്നറിയപ്പെടുന്നു. അടുത്തത്, പഴശ്ശിരാജ ആരംഭിച്ച ഗറില്ല യുദ്ധമുറ ബ്രിട്ടീഷ് സൈന്യത്തിന് വൻ നാശനഷ്ടങ്ങൾ വരുത്തി.
ഓക്കെ, നിങ്ങൾ സാധാരണ ഉള്ള ബുക്കുകളൊക്കെ വായിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയുള്ളതൊന്നും ചിലപ്പോൾ അതിനകത്ത് കാണില്ല. അപ്പോൾ ഗറില്ല യുദ്ധമുറ എന്ന് പറയുന്നത് പഴശ്ശിരാജയായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കില്ലേ. പിന്നെ ഒരു ഗറില്ല നമ്മൾ എന്ത് പഠിക്കുന്നുണ്ട്, 1857 വിപ്ലവത്തിനകത്ത് പഠിക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. നമ്മളിവിടെ കേരളത്തിലേക്ക് വരുന്ന സമയത്ത് പഴശ്ശിരാജ ആരംഭിച്ചിട്ടുള്ള ഗറില്ല യുദ്ധമുറ, അതായത് ഒളിപ്പോര് എന്നൊക്കെ പറയില്ല, ഒളിഞ്ഞു നിന്നുകൊണ്ട് യുദ്ധം ചെയ്യാം, അത് തന്നെയാണ്. അപ്പോൾ പഴശ്ശിരാജ ആരംഭിച്ചിട്ടുള്ള ഗറില്ല യുദ്ധമുറ ബ്രിട്ടീഷ് സൈന്യത്തിന് വൻ നാശനഷ്ടങ്ങൾ വരുത്തി എന്ന് പറയുന്നത് എന്താണ്, അത് ഇവിടെ ശരിയായിട്ടുള്ളൊരു പ്രസ്താവന തന്നെയാണ്. അപ്പോൾ അതെന്ത് ചെയ്യുക, നിങ്ങൾ തെറ്റാണെന്ന് സ്വാഭാവികമായിട്ടും വിചാരിക്കും. കാരണം നിങ്ങൾ ചിന്തിക്കുന്ന PSC ചിലപ്പോൾ അവസാനം തെറ്റ് തരും, നമ്മൾ ആദ്യം നാലെണ്ണം വായിപ്പിക്കാൻ, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. കൃത്യമായിട്ട് ഓപ്ഷൻ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും. പഴശ്ശിരാജ ആരംഭിച്ച ഗറില്ല യുദ്ധമുറ. അപ്പോൾ ഗറില്ല യുദ്ധമുറ എന്ന് പറയുന്നത് പഴശ്ശിരാജയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ അല്ലേ, സൈന്യത്തിന് വൻ നാശനഷ്ടങ്ങൾ വരുത്തി. ഇനി ഇവിടുത്തെ ട്രാപ്പിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നോക്കുക, 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ മൈസൂർ രാജ്യത്തിനും പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുമെതിരെ ശക്തമായി ചെറുത്തുനിൽപ്പ് നയിച്ചു എന്ന് പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്. നിങ്ങളിത് വായിക്കുമ്പോൾ ചിലപ്പോൾ ഈ ഒരു കാര്യം, ഇപ്പോൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ അദ്ദേഹം ശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പ് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് എന്താണ് മൈസൂർ രാജ്യവും അല്ലെ മൈസൂർ യുദ്ധങ്ങളെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, മൈസൂർ ഇതിനെക്കുറിച്ച്. അപ്പോൾ നിങ്ങളൊരു പക്ഷേ ഇത് ശരിയാണെന്ന് വിചാരിക്കും. ഇത് ശരി തന്നെയാണ് ഈ ഫാക്റ്റ്. പക്ഷേ ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് മാത്രമാണുള്ളത്. ആ ഒരു മിസ്റ്റേക്ക് മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, ഇത് കറക്റ്റാണ്. നോക്കുക, ഇവിടെ ശരിക്കും നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ശരിയല്ലാത്തതെന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ്. ഇനി ഇവിടെ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരൊറ്റ വാക്കാണ് ഇവിടുത്തെ തെറ്റെന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലാക്കണം, ഈ ഒരു വാക്കാണ് ഇവിടുത്തെ തെറ്റെന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ ഒരു വാക്ക് 17-ാം എന്ന് തന്നിട്ടുണ്ട്. കണ്ടോ, ഇവിടുത്തെ ട്രാപ്പ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരൊറ്റ വാക്കിലാണ് അവിടെ തെറ്റുള്ളത്. എന്താണെന്നല്ലേ, ശരിക്ക് ഈ പറയുന്ന ഏതാണ് 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ എന്ന് പറയുന്നില്ലേ, മൈസൂർ രാജ്യത്തിനും പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുമെതിരെ ശക്തമായി ചെറുത്തുനിൽപ്പ് നയിച്ചു എന്ന് പറഞ്ഞില്ലേ, ഇത് നടന്നിട്ടുള്ളത് 17-ാം നൂറ്റാണ്ടിലല്ല, അത് നടന്നിട്ടുള്ളത് 18-ാം നൂറ്റാണ്ടിലാണ്. 18-ാം നൂറ്റാണ്ടിലാണ്. അപ്പോൾ മനസ്സിലായില്ലേ എവിടെയാണ് ട്രാപ്പ് ഉള്ളതെന്ന്. ഈ ഒരു 17-ാം നൂറ്റാണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇതൊക്കെ ശരിയാണെന്ന് പഠിച്ചവർ 17 കാണുമ്പോൾ അങ്ങ് കുത്തും, തെറ്റിപ്പോവും. അപ്പോൾ ഇവിടെ ഇതാണ് ശരി. അപ്പോൾ നമ്മൾ ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കുക. അപ്പോൾ ഓപ്ഷൻ ബി ആണ് അവിടെ ശരി. അപ്പോൾ 18-ാം നൂറ്റാണ്ടിൽ എന്ന് പറയുന്ന ആ ഒരു സ്റ്റാർട്ട് ചെയ്യേണ്ടത് അങ്ങനെയാണ്. 18-ാം നൂറ്റാണ്ടിലാണ് എന്ത് ചെയ്യുന്നത് നോക്കുക, മൈസൂർ രാജ്യത്തിനെതിരെ നടന്നിട്ടുള്ള എന്താണ് ആ ഒരു കലാപത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു യുദ്ധത്തിൻ്റെ കാലയളവെന്ന് പറയുന്നത് 1774 1793 വരെയുള്ള ആ ഒരു കാലഘട്ടമാണ്. ഓക്കെ, അപ്പോൾ മൈസൂർ രാജ്യത്തിനെതിരെ നടത്തിയിട്ടുള്ള ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 1774 1793 ആണ്. അപ്പോൾ നിങ്ങളെ സ്വാഭാവികമായിട്ട് നമ്മുടെ ചോദ്യത്തിൽ 17-ാം നൂറ്റാണ്ടെന്നുണ്ട്, ഇവിടെ 17 ഉണ്ട്, ശരിയല്ലേ എന്നുള്ളൊരു ഇത് നിങ്ങൾ പഠിക്കുമ്പോൾ അങ്ങനെയാണല്ലോ. അതിലേക്ക് നമുക്ക് വരാം. ഇനി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെയാണെന്നുണ്ടെങ്കിൽ അത് 1793 തൊട്ട് 1795 വരെയാണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് നോക്കുക, ഇവിടെ നോക്കുക, മൈസൂർ രാജ്യത്തിനും പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുമെതിരെ ശക്തമായി ചെറുത്തുനിൽപ്പ് നയിച്ചു എന്നുള്ളതാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇത് 17-ാം നൂറ്റാണ്ട് നിങ്ങളിത് പറയുന്ന സമയത്ത് മൈസൂർ രാജ്യത്തിനെതിരെയാണെന്നുണ്ടെങ്കിൽ 1774 to 1793 കാലഘട്ടവും ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ 1793 തൊട്ട് 1795 ഇനി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അത് നമുക്ക് പഠിക്കാം. നോക്കൂ, ഇപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ഈ ഒരു കാലഘട്ടം പഠിച്ചു വയ്ക്കും. ഈ നൂറ്റാണ്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം, വരുന്നുണ്ട് അതിനകത്ത്. ഓക്കെ, ഇപ്പോൾ മൈസൂർ രാജ്യത്തിനെതിരെ 1774 to 1793 കാലഘട്ടമാണ്. അതുപോലെ തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ അദ്ദേഹം ഇതാണെന്നുണ്ടെങ്കിൽ 1793 to 95 കാലഘട്ടമാണ്. ഇത് 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമാണെന്ന് ഇപ്പോൾ പഠിച്ചു വയ്ക്കുക. ഓക്കെ, 17-ാം നൂറ്റാണ്ടല്ല, 18-ാം നൂറ്റാണ്ടാണ്. ഇനി പഴശ്ശിരാജ ജനിച്ച വർഷം കൂടി ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. 1753 ജനുവരി 3 1753. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് പഴശ്ശിരാജ എന്താണ് 17-ാം നൂറ്റാണ്ടിലാണ് ജനിച്ചത് എന്ന് പറഞ്ഞാൽ ഇത് ശരിയോ തെറ്റോ? പഴശ്ശിരാജ 18-ാം നൂറ്റാണ്ടിലാണ് ജനിച്ചതെന്ന് പറയുന്നത് ശരിയോ തെറ്റോ? ഇപ്പോൾ രണ്ട് ഓപ്ഷൻ ഉള്ളല്ലേ, ഏതാണ്? അതെ, പഴശ്ശിരാജ 18-ാം നൂറ്റാണ്ടിലാണ് ജനിച്ചത്. ഓക്കെ, 18-ാം നൂറ്റാണ്ടിൽ ജനിച്ചതാണ് പഴശ്ശിരാജ. ക്ലിയർ അല്ലേ? ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നോക്കാം, ഇനി ഇംഗ്ലീഷ് ആധിപത്യത്തെ എതിർത്ത കേരളത്തിലെ ആദ്യത്തെ ഭരണാധികാരിയാണ് പഴശ്ശിരാജ. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഇത് പറയുമ്പോൾ, അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, ബ്രിട്ടീഷുകാർക്കെതിരെ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ആധിപത്യത്തിനെതിരെ എതിർത്ത കേരളത്തിലെ ആദ്യത്തെ ഭരണാധികാരിയാണ് പഴശ്ശി. കേരളത്തിലെ ആദ്യത്തെ ഭരണാധികാരിയാണ് പഴശ്ശിരാജ. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ഇപ്പോൾ ഇംഗ്ലീഷ് ആധിപത്യത്തിനെതിരെ എതിർത്ത അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആധിപത്യത്തെ എതിർത്ത കേരളത്തിലെ ആദ്യത്തെ ഭരണാധികാരി എന്ന് പറയുന്നത് പഴശ്ശിരാജ. ഇനി അദ്ദേഹം ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ, നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം പൈച്ചി രാജ എന്നറിയപ്പെടും അല്ലേ. അതുപോലെ തന്നെ കൊട്ടിയോട്ട് രാജ. നമുക്ക് കൊട്ടിയോട്ട് രാജ, ഇത് ഈ കൊട്ടിയോട്ട് രാജ എന്നുള്ള ഒന്ന് എടുത്ത് പഠിച്ചു വെക്കണം. വേറൊരു സ്ഥലത്തോട് നമുക്കിത് പഠിക്കാനുണ്ട്. ഓക്കെ, ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ,
കൊട്ടിയോട്ട് രാജ ഇങ്ങനെയൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന കേരളീയ രാജാവാണ് എന്താണ് പഴശ്ശിരാജ. അത് നമുക്കറിയുന്ന കാര്യമാണ്. കൊട്ടിയോട്ട് രാജ എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതെങ്ങനെയാണ് വരുന്നത് നോക്കുക. ഈസ്റ്റ് ഇന്ത്യ കമ്പനി പഴശ്ശിരാജയുമായുള്ള യുദ്ധങ്ങളെ വിളിച്ചിരുന്ന ഒരു പേരുണ്ട്, അതാണ് കൊട്ടിയോട്ട് യുദ്ധം. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പഴശ്ശിരാജായിട്ടുള്ള യുദ്ധങ്ങളെ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നത് എന്താണ്, കൊട്ടിയോട്ട് യുദ്ധം എന്നാണ്. അപ്പോൾ കൊട്ടിയോട്ട് യുദ്ധം എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ കൊട്ടിയോട്ട് യുദ്ധം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും പഴശ്ശിരാജയും തമ്മിലുള്ളതായിരുന്നു അല്ലേ. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്താണ്, ഈ പഴശ്ശിരാജയുമായിട്ടുള്ള യുദ്ധങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പേരാണ് എന്തെന്ന് പറയുന്നത്, കൊട്ടിയോട്ട് യുദ്ധം എന്ന് പറയുന്നത്. എന്താണ് കൊട്ടിയോട്ട് യുദ്ധം എന്ന് പറയുന്നത്? നോക്കൂ, ഇനി നമ്മൾ നമ്മുടെ ഈ ഒരു ഓപ്ഷനകത്ത് നമ്മുടെ ഈ ചോദ്യം റിലേറ്റ് ചെയ്തിട്ടാണല്ലോ ഞാൻ എല്ലാ ഫാക്റ്റുകളും സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ ചോദ്യം റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നോക്കൂ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് കോട്ടയം രാജ്യത്തിൻ്റെ രാജകുമാരനായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ പഠിച്ചു അല്ലേ. അപ്പോൾ അത് നോക്കൂ, കേരളവർമ്മ പഴശ്ശിരാജ ഏത് രാജ്യത്തെ ഭരണാധികാരിയായിരുന്നു? കോട്ടയം രാജ്യം അല്ലേ. പഴശ്ശിരാജയുടെ രാജവംശമായിട്ടുള്ള ഈ കോട്ടയം രാജവംശം സ്ഥാപിച്ചതാര്? അത് പഴശ്ശിരാജയല്ല. അവിടെ തെറ്റില്ലേ? നോക്കുക, കേരളവർമ്മ പഴശ്ശിരാജ ഏത് രാജ്യത്തെ ഭരണാധികാരിയായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് ഏതെന്ന് പറയാം, കോട്ടയം എന്ന് പറയാം. പക്ഷേ ഈ കോട്ടയം രാജവംശം സ്ഥാപിച്ചത് ആരല്ല? പഴശ്ശിരാജയല്ല, മറിച്ച് ഹരിശ്ചന്ദ്ര പെരുമാൾ. ആരാണ്? ഹരിശ്ചന്ദ്ര പെരുമാളാണ് പഴശ്ശിരാജയുടെ രാജവംശമായിട്ടുള്ള കാരണം വെച്ചാൽ അതിൽ പ്രഗത്ഭനായിട്ടുള്ള ഒരു ഭരണാധികാരി പഴശ്ശിരാജ ആയതുകൊണ്ട് ആ പഴശ്ശിരാജയുടെ പേരിൽ ഈ കോട്ടയം രാജവംശം അറിയപ്പെടുന്നുണ്ട്. പക്ഷേ സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ പഴശ്ശിരാജയുടെ രാജവംശമായിട്ടുള്ള കോട്ടയം രാജവംശം സ്ഥാപിച്ചത് ഹരിശ്ചന്ദ്ര പെരുമാളാണ്. ആരാണ്? ഹരിശ്ചന്ദ്ര പെരുമാളാണ്. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കണം, ഹരിശ്ചന്ദ്ര പെരുമാളാണ് കോട്ടയം രാജവംശം സ്ഥാപിച്ചത് എന്നുള്ളത്. ഇപ്പോൾ പഴശ്ശിരാജയുടെ യഥാർത്ഥ പേര് അപ്പോൾ എന്താണ്? കോട്ടയം കേരളവർമ്മ എന്നറിയപ്പെടുന്ന ആരാണ്? പഴശ്ശിരാജയാണ്. കോട്ടയം കേരളവർമ്മ എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജയുടെ യഥാർത്ഥ നാമമാണ് കോട്ടയം കേരളവർമ്മ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, കേരളത്തിൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ അടിത്തറ ഉലച്ച വിപ്ലവം എന്നറിയപ്പെടുന്നത് പഴശ്ശി വിപ്ലവമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്റ്റ് എന്താണ്? കേരളത്തിലെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ അടിത്തറ ഉലച്ച വിപ്ലവം അല്ലേ, അടിത്തറ ഉലച്ച വിപ്ലവം എന്നറിയപ്പെടുന്ന ഏതാണ്? അത് പഴശ്ശി വിപ്ലവമാണ്. രണ്ട് വിപ്ലവങ്ങളില്ലേ, ഒന്നാം പഴശ്ശി വിപ്ലവം, രണ്ടാം പഴശ്ശി വിപ്ലവം എന്ന് പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ അതിലേക്കാണ് നമ്മൾ വരുന്നത്. ഈ ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം എന്ന് പറയുന്നത് 1793 മുതൽ 1797 വരെയുള്ള കാലഘട്ടത്തിലാണ് എന്ത് നടന്നിട്ടുള്ളത്? ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നിട്ടുള്ളത്. ഏതാണ്? ഒന്നാം പഴശ്ശി വിപ്ലവം. ഇനി രണ്ടാം പഴശ്ശി വിപ്ലവം ആണെങ്കിൽ അത് 1800 തുടങ്ങിയിട്ട് 1805 വരെയുള്ള കാലഘട്ടത്തിലാണ്. ഈ 1805 അദ്ദേഹം മരണപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 1800 മുതൽ 1805 വരെയുള്ള കാലഘട്ടത്തിലാണ് രണ്ടാം പഴശ്ശി വിപ്ലവം നടക്കുന്നത്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒന്നാം പഴശ്ശി വിപ്ലവം 1793 1797, രണ്ടാം പഴശ്ശി വിപ്ലവം 1800 മുതൽ 1805 എന്ന് പറയുന്ന ഫാക്റ്റ്. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് വരണം. നമ്മൾ ഫാക്റ്റിൽ പഠിച്ചിട്ടുള്ള ഈ ഒരു ഫാക്റ്റിൽ നമ്മൾ എന്താണ് ഈ ഒരു ചോദ്യത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഈ ഒരു ഫാക്റ്റിലേക്കാണ് നമ്മൾ വരുന്നത്. അതായത് 17ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ കുഴപ്പിച്ചൊരു ഭാഗമുണ്ട് അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 17ാം നൂറ്റാണ്ടിൻ്റെ അവസാനം എന്നല്ല അത് പറയേണ്ടത്, 18ാം നൂറ്റാണ്ടിൻ്റെയാണ് അല്ലേ. ഈ 1700 അല്ലേ, ഇവിടെ 17 ഇവിടെ 17 അല്ലേ, അതിൻ്റെ അവസാനമാണ്. അപ്പോൾ 18ാം നൂറ്റാണ്ട് തന്നെ അതിനെ പറയുക. അത് എങ്ങനെയാണ് പറയുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. ഈ നോക്കൂ, ചോദ്യം എങ്ങനെയാണ്, എത്രാം നൂറ്റാണ്ടിലാണ് ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നത് എന്നൊരു ചോദ്യം വന്നാൽ നമ്മൾ എന്ത് പറയും? ഇത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഏത് ചോദ്യത്തിന് ഉത്തരം എഴുതാൻ സാധിക്കും. പഴശ്ശിരാജ ജനിച്ചത് നമ്മൾ പറഞ്ഞു 18ാം നൂറ്റാണ്ടാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതുപോലെ എത്രാം നൂറ്റാണ്ടിലാണ് ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നത്? നോക്കുക, ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. 1793 മുതൽ 1797 വരെയുള്ള കാലഘട്ടം എന്ന് നമുക്കറിയാം അല്ലേ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നൂറ്റാണ്ട് ചോദിച്ചാൽ ആദ്യം വർഷത്തിലേക്ക് നോക്കുക. വർഷത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഏതാണ്? 17 അല്ലേ. അപ്പോൾ നൂറ്റാണ്ട് ചോദിക്കുകയാണെങ്കിൽ ഇതിനോടൊപ്പം 1 ചേർത്താൽ നൂറ്റാണ്ടായി. എത്ര? 17 + 1 18ാം നൂറ്റാണ്ട്. നോക്കുക, അപ്പോൾ 18ാം നൂറ്റാണ്ടിലാണ് ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നിട്ടുള്ളത് അല്ലേ. ഇപ്പോൾ എത്രാം നൂറ്റാണ്ടിലാണ് ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നത്? അത് 18ാം നൂറ്റാണ്ടിലാണ്. ഓക്കെ, 18ാം നൂറ്റാണ്ടിലാണ് ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നിട്ടുള്ളത്. ഇനി അടുത്ത് നോക്കൂ. അപ്പോൾ 18ാം നൂറ്റാണ്ടെന്ന് പറയുമ്പോൾ 18ാം നൂറ്റാണ്ടിൻ്റെ ഏകദേശം അവസാനത്ത് 1793 ഒക്കെ എത്തിയില്ലേ. 1700 മുതൽ 18ാം നൂറ്റാണ്ട് ആരംഭിക്കുകയാണ്. ഓക്കെ, ഇവിടെ നോക്കൂ, എത്രാം നൂറ്റാണ്ടിലാണ് രണ്ടാം പഴശ്ശി വിപ്ലവം നടക്കുന്നത്? രണ്ടാം പഴശ്ശി വിപ്ലവം നടക്കുന്ന കാലഘട്ടം നമുക്കറിയാമല്ലേ. 1800 മുതൽ 1805 വരെയുള്ള കാലഘട്ടം. ഈ 1805 നോക്കൂ, 18 അല്ലേ, 18 തന്നെയാണ് അല്ലണ്ട്. അപ്പോൾ 18 എന്ന് പറയുമ്പോൾ 18നോടൊപ്പം 1 കൂട്ടി 19ാം നൂറ്റാണ്ടിലാണ് എന്ത് നടക്കുന്നത്?
നടക്കുന്നത്? രണ്ടാം പഴശ്ശി വിപ്ലവം നടക്കുന്നത് 19-ാം നൂറ്റാണ്ടിലാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സംഖ്യ നോക്കുക, 1717 എന്ന് കാണാം അല്ലേ. 1700 മുതൽ നമ്മൾ എന്ത് ചെയ്യുക, 1799 വരെയുള്ള കാലഘട്ടത്തെ നമ്മൾ പറയുന്നത് 18-ാം നൂറ്റാണ്ടെന്നാണ്. പിന്നീട് 1800 മുതൽ 1899 വരെ എന്താണെന്ന് നമ്മൾ പറയുന്നത് 18 എന്നുള്ളൊരു സംഖ്യ ആണെങ്കിൽ 19-ാം നൂറ്റാണ്ടെന്നാണ് പറയുക. ഇപ്പോൾ നോക്കൂ, ഒരു ഉദാഹരണത്തിന് ഇത് നമ്മുടെ 2023 ആണല്ലേ. ഇപ്പോൾ ഈ 2023 എന്ന് പറയുമ്പോൾ എത്രാം നൂറ്റാണ്ടാണ്? നോക്കൂ, ഇവിടുത്തെ സംഖ്യ 20 ആണല്ലേ, 20 അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും ഇത് 21-ാം നൂറ്റാണ്ടാണ്. ഇതേതാണ്, ഇത് 21-ാം നൂറ്റാണ്ടാണ് എന്ന കാര്യം പറയാനായിട്ട് സാധിക്കും. ക്ലിയർ അല്ലേ? ഇപ്പോൾ കാര്യം മനസ്സിലായോ എങ്ങനെയാണ് നമ്മൾ നൂറ്റാണ്ട് കണക്കാക്കുന്നത് എന്നുള്ളത്? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു ട്രാപ്പായിരുന്നു നമുക്ക് എന്ത് അവിടെ പറ്റിയത്. ക്ലിയർ അല്ലേ? ആ ക്വസ്റ്റ്യനിൽ പറ്റിയത് ഇത്തരത്തിലൊരു ട്രാപ്പായിരുന്നു. ഇനി അടുത്ത നോക്കുക, ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഒന്നാം പഴശ്ശി വിപ്ലവം അല്ലേ, അതിൻ്റെ കാരണത്തിലേക്കാണ് നടക്കുന്നത്. നമുക്കറിയാം, നോക്കുക, 1793 മുതൽ 1797 കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. 1700. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, 1793 to 97 വരെയുള്ള കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ഈ ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ തെറ്റായിട്ടുള്ള നികുതി പരിഷ്കാരങ്ങളായിരുന്നു. ഓക്കെ, ബ്രിട്ടീഷുകാരുടെ, ഇത്രയും പഠിച്ചു വെച്ചാൽ മതി, ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരങ്ങളായിരുന്നു ഒന്നാം പഴശ്ശി വിപ്ലവത്തിലേക്ക് നയിച്ചത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലം ചോദിക്കും. കാരണം ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ പുരളിമലയാണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം, പുരളിമല ഏതു ജില്ലയിലാണ്? പുരളിമല ഏതു ജില്ലയിലാണ്? അത് കണ്ണൂർ ജില്ലയിലാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നമുക്ക് കുറച്ചുകൂടി നമുക്ക് വ്യക്തമായിട്ട് അത് പഠിക്കാം. ഓക്കെ, തലശ്ശേരി താലൂക്കിലൊക്കെയാണ് എന്ത് വരുന്നത്, ഈ പുരളിമല വരുന്നത്. നമുക്ക് ഇത്തവണ കുറച്ച് ഡീപ്പായിട്ട് തന്നെ പഠിക്കാമെന്ന്, മത്സരങ്ങൾ കൂടി വരികയല്ലേ. ഓക്കെ, അപ്പോൾ ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് കണ്ണൂരിലെ പുരളിമലയാണ്. അടുത്ത് നോക്കൂ, ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ പഴശ്ശിരാജയ്ക്കും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായി നിന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ചിറക്കൽ രാജാവ്. അദ്ദേഹത്തെ പറ്റി നമുക്ക് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ. എന്താണ് ഒന്നാം പഴശ്ശി വിപ്ലവം അതുപോലെ തന്നെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പഴശ്ശിക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായി നിന്ന വ്യക്തിയായിരുന്നു ചിറക്കൽ രാജാവ് എന്ന് പറയുന്നത്. പിന്നെയോ ഇനി അടുത്തത് നാലാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തരഫലമായിരുന്നു രണ്ടാം പഴശ്ശി വിപ്ലവം എന്നറിയപ്പെടുന്നത്. അത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. നാലാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തരഫലമാണ് രണ്ടാം പഴശ്ശി വിപ്ലവം എന്ന് പറയുന്നത്. കാലഘട്ടം നമുക്കറിയാം, 1800 മുതൽ 1805 വരെയുള്ള കാലഘട്ടം അല്ലേ. ഈ രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പെട്ടെന്നുണ്ടായ കാരണം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചു അല്ലേ. തെറ്റായ നികുതി പരിഷ്കാരങ്ങളാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിലേക്ക് നയിച്ചതെങ്കിൽ രണ്ടാം പഴശ്ശി വിപ്ലവം 1800 മുതൽ 1805 വരെയുള്ള കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് രണ്ടാമത്തെ പഴശ്ശി വിപ്ലവം വരുന്നതല്ലേ. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, നാലാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തരഫലം എന്നറിയപ്പെടുന്നത് ഏത് വിപ്ലവം? രണ്ടാം പഴശ്ശി വിപ്ലവമാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നിങ്ങൾ രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശിയെ സഹായിച്ചവരെ കുറച്ച് പേര് നിങ്ങൾ പഠിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ആദ്യത്തെ ആളാണ് എടച്ചേന കുങ്കൻ നായർ. ആരാണ്? എടച്ചേന കുങ്കൻ നായർ രണ്ടാം പഴശ്ശി വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കൈതേരി അപ്പു നായർ അല്ലേ, കൈതേരി അപ്പു നായർ, പള്ളൂർ ഏമൻ നായർ. ഓക്കെ, അതുപോലെ തന്നെ കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ. 4 പേരുടെ പേരുകൾ: എടച്ചേന കുങ്കൻ നായർ, കൈതേരി അപ്പു നായർ, പള്ളൂർ ഏമൻ നായർ, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ. ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പഴശ്ശി വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശി സൈന്യത്തെ നയിച്ചവരാണ് ആരെല്ലാം? എടച്ചേന കുങ്കൻ നായർ, കൈതേരി അപ്പു നായർ, പള്ളൂർ ഏമൻ നായർ, അതുപോലെ തന്നെ കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ എന്ന് പറയുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യരുടെ നേതാവാര്? അത് തലക്കൽ ചന്തുവാണ്. പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യരുടെ നേതാവാണ് തലക്കൽ ചന്തു എന്നറിയപ്പെടുന്നത്. ഇനി ഈ രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്ത് തലശ്ശേരിയുടെ സബ് കളക്ടറായിരുന്നു തോമസ് ഹാർവേ ബാബർ. നിങ്ങൾ ടി എച്ച് ബേബർ എന്നും ചിലപ്പോൾ കാണാറുണ്ട്. ബേബർ അല്ലെങ്കിൽ ബാബർ, രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ, ടി എച്ച് ബേബർ എന്ന് കണ്ടാലും ടി എച്ച് ബാബർ അല്ലെങ്കിൽ തോമസ് ഹാർവേ ബാബർ എങ്ങനെ കണ്ടാലും ആര് തന്നെയാണ്? ഇദ്ദേഹം തന്നെയാണ്, ഈ ഒരു വ്യക്തി തന്നെയാണ് അല്ലേ. തോമസ് ഹാർവേ ടി എച്ച്, അതാണ് ടി എച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തോമസ് ഹാർവേ ബാബർ എന്ന കാര്യം എന്ത് ചെയ്യുക? ഒന്ന് മനസ്സിലാക്കി വെക്കുക, പഠിച്ചു വെക്കുക. രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്ത് തലശ്ശേരി സബ് കളക്ടർ ആയിരുന്നു ആരെന്ന് പറയുന്നത്? തോമസ് ഹാർവേ ബാബർ എന്ന് പറയുന്ന വ്യക്തി.
ഓക്കെ, നോക്കുക, ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? അങ്ങനെ ഒരു ചോദ്യം വരും. ഓക്കെ, എന്താണ് ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? അങ്ങനെ നേരെ തിരിച്ചു ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കണം അത് പഴശ്ശി വിപ്ലവം തന്നെയാണ്. പഴശ്ശി വിപ്ലവം തന്നെയാണ് പുരളിമല എന്ന് പറയുന്നത്. പഴശ്ശി വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, കണ്ണൂരിലാണ് എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ബ്രഹ്മഗിരി കുന്നുകളുടെ ഭാഗമായിട്ടുള്ള ഏതാണ് ബ്രഹ്മഗിരി, നോക്കുക, ബ്രഹ്മഗിരി കുന്നുകളുടെ ഭാഗമായിട്ടുള്ള പുരളിമലയാണ് പഴശ്ശി കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രമായിരുന്നത്. ആ പുരളിമല കണ്ണൂരിലെ തലശ്ശേരി താലൂക്കിലാണ്. കുറച്ചുകൂടി ഡീപ്പായി പഠിക്കുകയാണെങ്കിൽ തലശ്ശേരി താലൂക്കിലാണ് പുരളിമല സ്ഥിതി ചെയ്യുന്നത്. ഏതാണ് ജില്ല? കണ്ണൂർ ജില്ല. ഏത് കുന്നുകളുടെ ഭാഗമാണ്? ബ്രഹ്മഗിരി കുന്നുകളുടെ ഭാഗമാണ് എന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കോട്ടാണ് നമ്മൾ വായിക്കാനായിട്ട് പോകുന്നത്. കലാപകാരിയാണെങ്കിലും, വളരെ ശ്രദ്ധിച്ച് കേട്ടോ, കലാപകാരിയാണെങ്കിലും അദ്ദേഹം ഈ രാജ്യത്തെ മുറപ്രകാരമുള്ള ഒരു നാടുവാഴിയാണ് അല്ലേ? ഇനിയോ ഒരു പരാജിത ശത്രു എന്നതിനേക്കാൾ ആ നിലയിലാണ് അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഒരു കത്തിൽ പറയുന്ന ഒരു വാക്കാണ്. നോക്കുക, ഒരു തവണ കൂടെ വായിക്കാം. ഇതാര് പറഞ്ഞതാണ്, അല്ലെങ്കിൽ ഇതാർക്ക് എഴുതിയതാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം. കലാപകാരിയാണെങ്കിലും അദ്ദേഹം ഈ രാജ്യത്തെ മുറപ്രകാരമുള്ള ഒരു നാടുവാഴിയാണ്. ഒരു പരാജിത ശത്രു എന്നതിനേക്കാൾ ആ നിലയിലാണ് അദ്ദേഹത്തെ കാണാൻ എന്ന് പറഞ്ഞുകൊണ്ട് തോമസ് ഹാർവേ ബാബർലെ അഥവാ TH ബാബർലെ, അതായത് തലശ്ശേരിയിലെ സബ് കളക്ടറായിട്ടുള്ള തോമസ് ഹാർവേ ബാബർ എന്ന തലശ്ശേരി സബ് കളക്ടർ മലബാറിലെ പ്രിൻസിപ്പൽ കളക്ടർക്ക് എഴുതിയ കത്തിലെ വരികളാണ്. ഇതിൽ നാടുവാഴി എന്ന് പരാമർശിച്ചിട്ടുള്ളത് ആരെയാണ്? പഴശ്ശിരാജയെയാണ്. നോക്കുക, കലാപകാരിയാണെങ്കിലും അദ്ദേഹം ഈ രാജ്യത്തെ മുറപ്രകാരമുള്ള ഒരു നാടുവാഴിയാണ്. അപ്പോൾ ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത്? പഴശ്ശിരാജയെക്കുറിച്ച് പറയുന്നത്. ആരാണിത് എഴുതുന്നത്? അത് തോമസ് ഹാർവേ ബാബറാണ്. ആർക്കാണ് എഴുതിയിട്ടുള്ളത്? മലബാറിലെ പ്രിൻസിപ്പൽ കളക്ടർക്ക്. ആരെഴുതിയിട്ടുള്ള? തോമസ് ഹാർവേ ബാബർ എഴുതിയ കത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമാണ്. എന്ത്? പഴശ്ശിരാജയെക്കുറിച്ച് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. കലാപകാരിയാണെങ്കിലും അദ്ദേഹം ഈ രാജ്യത്തെ മുറപ്രകാരമുള്ള ഒരു നാട്ടുവാഴിയാണ്. ഇപ്പോൾ ഒരു പരാജിത ശത്രു, കാരണം ഒരു പരാജയപ്പെട്ടല്ലോ അദ്ദേഹം, ഒരു പരാജിത ശത്രു എന്നതിനേക്കാൾ ആ നിലയിലാണ് അദ്ദേഹത്തെ കാണാൻ എന്ന് പറഞ്ഞുകൊണ്ട് തോമസ് ഹാർവേ ബാബർ എഴുതിയ കത്താണ്. ആ കത്തിൽ പറയുന്നത്, പരാമർശിക്കുന്നത് പഴശ്ശിരാജയെക്കുറിച്ചാണ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി നമ്മുടെ ചോദ്യത്തിൽ ഉണ്ടായിരുന്നു കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജ അല്ലേ? കേരള സിംഹം നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നതാണ്, ഒരു ഓപ്ഷനാണ് കേരള സിംഹം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജയാണ്. അങ്ങനെ വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കർ. ആരാണ്? സർദാർ KM പണിക്കരാണ് പഴശ്ശിരാജയെ എന്തെന്ന് വിശേഷിപ്പിച്ചത്? കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. അതുപോലെ തന്നെ പഴശ്ശിരാജയെ പറങ്കി പടയാളി എന്ന് വിശേഷിപ്പിച്ചതും സർദാർ KM പണിക്കരാണ്. അപ്പോൾ രണ്ട് കാര്യം, പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിക്കുന്നു, പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിക്കുന്നു, പഴശ്ശിരാജയെ പറങ്കിപ്പടയാളി, പഴശ്ശിരാജയെ പറങ്കിപ്പടയാളി എന്ന് വിശേഷിപ്പിക്കുന്നത് ആര് തന്നെയാണ്? സർദാർ KM പണിക്കർ തന്നെയാണ് അങ്ങനെ വിശേഷിപ്പിക്കുന്നത്. അടുത്തത് പഴശ്ശിരാജാവിൻ്റെ ജീവിതം ആധാരമാക്കിയിട്ട് കേരള സിംഹം എന്ന് പറയുന്ന നോവൽ രചിച്ചതാരാണ്? സർദാർ KM പണിക്കർ. സർദാർ KM പണിക്കറുമായി ബന്ധപ്പെട്ട് 3 ഫാക്റ്റുകൾ. അതിലൊന്ന്, പഴശ്ശിരാജാവിനെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കർ, പഴശ്ശിരാജയെ പറങ്കിപ്പടയാളി എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കർ, അതുപോലെ പഴശ്ശിരാജാവിൻ്റെ ജീവിതമാധാരമാക്കി കേരള സിംഹം എന്ന നോവൽ രചിച്ചതും ആര് തന്നെയാണ്? സർദാർ KM പണിക്കർ തന്നെയാണ്. പിന്നീട് പഴശ്ശിരാജ 1805 നവംബർ 30 അദ്ദേഹം എന്ത് ചെയ്യാണ്? പഴശ്ശിരാജ വെടിയേറ്റ് മരിക്കുകയാണ്. എവിടെയാണ് വെടിയേറ്റ് മരിച്ചത്? മാവിലാൻ തോട്, വയനാട് ജില്ലയിലെ മാനന്തവാടിയിലുള്ള മാവിലാൻ തോട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? വെടിയേറ്റ് മരിക്കുന്നുണ്ട്. ഏത് വർഷം? 1805 നവംബർ 30. 1805 നവംബർ 30. ഇനി 1-2 ഫാക്റ്റുകൾ അത് റിലേറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ, പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അദ്ദേഹം മാനന്തവാടി, വയനാട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സ്മാരകം. നിങ്ങളിങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. അദ്ദേഹം മരിച്ച സ്ഥലം മാവിലാൻ തോട്, മാനന്തവാടി, വയനാട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാലോ. അതിലെ മാവിലാൻ തോട് വയനാട് ജില്ലയിലെ മാനന്തവാടിയിലുള്ള മാവിലാൻ തോടിൽ വെച്ചിട്ടാണ് 1805 നവംബർ 30 അദ്ദേഹം വെടിയേറ്റ് മരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മാരകം, പഴശ്ശി സ്മാരകം എവിടെ സ്ഥിതി ചെയ്യുന്നു? വയനാട് ജില്ലയിലെ മാനന്തവാടിയിൽ. പഴശ്ശി സ്മാരകം വയനാട് ജില്ലയിലെ
മാനന്തവാടിയിൽ സ്ഥിതി ചെയ്യുന്നു. പഴശ്ശി ഡാം കണ്ണൂർ ജില്ലയിലെ വളപട്ടണം പുഴയിലാണ്. കണ്ണൂർ ജില്ലയിലെ വളപട്ടണം പുഴയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നതെങ്കിൽ പഴശ്ശി മ്യൂസിയം കോഴിക്കോട് ജില്ലയിലെ ഈസ്റ്റ് ഹില്ലിലാണ്. കോഴിക്കോട് ജില്ലയിലെ ഈസ്റ്റ് ഹിൽ ജില്ല കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. കോഴിക്കോട് ജില്ലയിലെ ഈസ്റ്റ് ഹില്ലിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ്, ഇത് എന്തുകൊണ്ടാണ് കൃത്യമായിട്ട് പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് എന്ത് ചെയ്യുക, മാച്ച് ദ ഫോളോയിങ് ഒക്കെ ചോദിക്കും. പഴശ്ശി മ്യൂസിയം എന്താണ്? കണ്ണൂര്. അതുപോലെ തന്നെ പഴശ്ശി സ്മാരകം അല്ലേ, അങ്ങനെ കോഴിക്കോട്, ഇങ്ങനെയൊക്കെ തിരിച്ചും മറിച്ചും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കണം. പഴശ്ശി മ്യൂസിയം ഈസ്റ്റ് ഹിൽ കോഴിക്കോടാണ്. ഇനി പഴശ്ശി കോളേജ് 2 എണ്ണം പുൽപ്പള്ളി, വയനാട് ജില്ലയിലെ പുൽപ്പള്ളിയിലും കണ്ണൂരിലെ മട്ടന്നൂരിലുമാണ് പഴശ്ശി കോളേജ് ഉള്ളത്. അതുപോലെ തന്നെ പഴശ്ശി ഗുഹ ചോദിക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിലാണ്. പഴശ്ശി ഗുഹ ചോദിക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിലാണുള്ളത്. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായല്ലോ. പഴശ്ശി സ്മാരകം മാനന്തവാടി, വയനാട് ജില്ല ഒരുമിച്ച് പഠിക്കുക. പഴശ്ശി ഡാം വളപട്ടണം പുഴയാണ്, കണ്ണൂർ ജില്ലയാണ്. പഴശ്ശി മ്യൂസിയം ഈസ്റ്റ് ഹില്ല്, അത് കോഴിക്കോട് ജില്ലയിലാണ്. പഴശ്ശി കോളേജ് 2 എണ്ണമുണ്ട്. ഒന്ന് വയനാട് ജില്ലയിലെ പുൽപ്പള്ളിയിലും മറ്റൊന്ന് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരുമാണ് എന്ന കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അതുപോലെ പഴശ്ശി ഗുഹ എവിടെയാണ്? അത് മലപ്പുറം ജില്ലയിലാണ്. പഴശ്ശി ഗുഹ മലപ്പുറം ജില്ലയിലാണ് എന്ന കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഇതിൽ ഒരുപാട് കാര്യങ്ങളൊന്നും നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരുപാട് ഫാക്റ്റുകൾ പോയിട്ടുണ്ട്. നമ്മൾ ക്വസ്റ്റ്യൻ ആസ്പദമാക്കിയിട്ടുള്ള കുറച്ച് ഫാക്റ്റുകൾ, അതിനകത്ത് വന്നിട്ടുള്ള ആ ഓപ്ഷനുകളെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ കുറച്ച് ഫാക്റ്റുകൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇതല്ലാതെ ഒരുപാട് കാര്യങ്ങൾ പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ടുണ്ട്. നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളിവിടെ കമൻറ്റ് ചെയ്യുക. പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഒരു ചോദ്യം എടുക്കുന്ന സമയത്ത് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ ഏതെല്ലാം രീതിയിൽ ചോദ്യങ്ങൾ വരും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വേണം പഠിക്കാൻ. ഓരോ ചെറിയ കാര്യങ്ങളും ക്വസ്റ്റ്യൻ ശ്രദ്ധയോടെ വായിച്ച് മനസ്സിലാക്കി ക്വസ്റ്റ്യൻ എഴുതുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ആ മാർക്ക് പോവും. ഒരു മാർക്ക് പോകുന്ന സമയത്ത് 1.33 മാർക്കാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് എന്ന കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നിങ്ങൾ ആ ക്വസ്റ്റ്യൻ എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്കേ നഷ്ടമാവുള്ളൂ. പക്ഷേ ആ ക്വസ്റ്റ്യൻ എഴുതി തെറ്റിച്ചാൽ 1.33 മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ നഷ്ടപ്പെട്ടു പോകും. 1 മാർക്ക് പോയാൽ എത്ര പേരുടെ പുറകിലായിരിക്കും നിങ്ങളുടെ സ്ഥാനം എന്നുള്ളത് ആലോചിച്ച് കഴിഞ്ഞാൽ ഓരോ ചോദ്യവും നിങ്ങളുടെ ജീവിതത്തിൻ്റെ അത്രയും വിലപ്പെട്ടതാണെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടെ വായിക്കുക. ശ്രദ്ധയോടെ വായിക്കണമെങ്കിൽ അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇത്തരത്തിൽ ഓരോ ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓപ്ഷനിൽ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾ ആ ചോദ്യത്തെക്കുറിച്ച് മനസ്സിലാക്കും. ആ ഒരു പാറ്റേൺ നിങ്ങൾ മനസ്സിലാക്കും. ആ പാറ്റേൺ മനസ്സിലാക്കി നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കും. കൃത്യമായിട്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? നമ്മൾ പുതിയ LPUPക്ക് വേണ്ടിയിട്ടുള്ളൊരു ക്രാഷ് ബാച്ച് നമ്മൾ ഈ വരുന്ന 11-ാം തീയതി ഡിസംബർ 11 തിങ്കളാഴ്ച ആരംഭിക്കുകയാണ്. ക്രാഷ് ബാച്ചാണ്. ഒരു ദിവസം നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിൽ തന്നെ പഠിക്കാനുണ്ടാവും. എല്ലാ മേഖലകളും നമ്മൾ സിലബസിൽ പറയുന്ന എല്ലാ മേഖലയ്ക്കും കൃത്യമായിട്ട് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സയൻസിൻ്റെ മേഖല, സോഷ്യലിൻ്റെ മേഖല, മാത്സിൻ്റെ മേഖല, സൈക്കോളജിയുടെ മേഖല, ഇംഗ്ലീഷ്, മലയാളം തുടങ്ങി എല്ലാ മേഖലകളും നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. ഒപ്പം കറണ്ട് അഫെയറിന് വളരെ പ്രാധാന്യമുണ്ട്. നമുക്ക് 45 മാർക്കാണ് നമ്മുടെ GK ഭാഗത്ത് നിന്ന്, സോഷ്യലും അതുപോലെ തന്നെ സയൻസിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നതെങ്കിൽ അതിനകത്ത് 10 മാർക്ക് എന്താണ് നമുക്ക് കറണ്ട് അഫെയറിൻ്റെ മേഖലയിൽ നിന്ന് വരുന്നുണ്ട്. നമുക്ക് സയൻസിൻ്റെ ഭാഗത്ത് നിന്ന് കറണ്ട് അഫെയർ വരുന്നുണ്ട്, സോഷ്യലിൻ്റെ ഭാഗത്ത് നിന്ന് കറണ്ട് അഫെയർ വരുന്നുണ്ട്. ഓരോ സബ്ജക്റ്റ് തരുമ്പോഴും നമ്മുടെ സിലബസിൽ 2 മാർക്ക് കറണ്ട് അഫെയറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയാമെന്ന് വിശ്വസിക്കുന്നു. സൈക്കോളജി 20 മാർക്കിന് വരുന്നുണ്ട്. മാത്സ് 15 മാർക്കിന് വരുന്നുണ്ട്. പിന്നെയോ മലയാളവും ഇംഗ്ലീഷും 10 മാർക്കിനാണ്. അപ്പോൾ ഇതിനെല്ലാം കൃത്യമായിട്ട് പരിഗണന കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ പുതിയ ബാച്ച്, അത് ക്രാഷ് ബാച്ചായിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്രാഷ് ബാച്ചിൻ്റെ 2ാമത്തെ ബാച്ച്, ആദ്യ ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, അത് ക്ലോസ് ചെയ്തു. 2ാമത്തെ ബാച്ചിലേക്കാണ് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത്. ആ ബാച്ച് തുടങ്ങുന്നത് ഡിസംബർ 11-ാം തീയതിയാണ്. ഇപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ചൂടെ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ആ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കും. തിങ്കൾ മുതൽ ശനി വരെയാണ് ഇവിടെ നിങ്ങൾക്ക് ക്ലാസ് വരുന്നത്. ഞായറാഴ്ച ദിവസങ്ങളിൽ ഈ പറയുന്ന കാര്യങ്ങൾ, പഠിച്ച കാര്യങ്ങളുടെ റിവിഷനും അതുപോലെ തന്നെ 100 മാർക്കിൻ്റെ OMR പരീക്ഷകളും മറ്റുമാണ് നടത്തുക. കൃത്യമായിട്ട് പഠിച്ചു പോകാൻ സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് പെൻഡിങ് വന്ന കാര്യങ്ങളെല്ലാം ഞായറാഴ്ച തീർക്കാനായിട്ടുള്ളതാണ് ഞായറാഴ്ച ഒരു ദിവസം നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മുടെ ക്ലാസ് പോകുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ തൊട്ടടുത്ത ദിവസം മറ്റൊരു സബ്ജക്റ്റുമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ, അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളെല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യുക, ഇത്തരത്തിൽ ഡിസ്കസ് ചെയ്ത് പോവുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്